തീർച്ചയായിട്ടും അതൊരു സാമൂഹ്യ ഇടപെടൽ ഉണ്ടായപ്പോഴാണ് ഈ പ്രശ്നം പോലീസ് ഇപ്പോൾ ആക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന വിഷയം മനസ്സിലാക്കേണ്ട 2015 ഓഗസ്റ്റ് ഒരു സംഭവം നടന്നിരുന്നു. അതാണ് ആ പിന്നെ മരിച്ച കുട്ടിയുടെ പിതാവ് പറഞ്ഞ സംഭവം പറയുന്നത്. 2015 സംഭവം, ആ സംഭവത്തിൽ 10-28 ദിവസം ജയിലിലടക്കപ്പെടേണ്ടി വന്നു ഈ പിതാവിന്. ഇതെല്ലാം അന്ന് തന്നെ ഉണ്ടായിരുന്ന കള്ളപ്പരാതിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതകൾ അന്ന് തന്നെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ കുറ്റവാളികളെ കണ്ടുപിടിക്കാനുള്ള ഫോളോ അപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ പരാതി പെട്ടെന്നൊരു നടപടി എടുത്തു അങ്ങ് അവസാനിപ്പിക്കലാണ് അന്നുണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു ദുരന്തം വന്ന് നമുക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. അപകടം തന്നെയാണ്. പോലീസിൻ്റെ ഭാഗത്ത് ഇതിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന വസ്തുത തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊതു ഇടപെടൽ, ഒരു സാമൂഹ്യ ഇടപെടൽ ശക്തമായപ്പോഴാണ് പോലീസിന് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരേണ്ടി വന്നു എന്നുള്ള വസ്തുത തന്നെയാണ്. അത് നിഷേധിക്കാൻ കഴിയാത്ത പ്രശ്നം തന്നെയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്, 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് നേരത്തെ ഇതേ അച്ഛനെ തന്നെ പോലീസ് ജയിലിലാക്കിയതാണ്. ഇപ്പോൾ അതിൻ്റെ പാപക്കറ കഴുകിക്കളയുന്നതിന് വേണ്ടി ഒരു പുനരന്വേഷണം നടത്തുകയാണ് പഴയ സംഭവത്തിൻ്റെ പേരിൽ. അന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ, ഈ വാളയാർ സംഭവത്തിൽ ആദ്യ പെൺകുട്ടിയുടെ മരണം കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം സംഭവിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ സംഭവത്തിലും 2015 ആ കേസ് നേരാമണ്ണം അന്വേഷിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അതുപോലും പോലീസ് നഷ്ടപ്പെടുത്തിയിരിക്കുക. എന്നിട്ടാണ് ഈ പാപക്കറ കഴുകിക്കളയുന്നതിന് വേണ്ടി വീണ്ടും ഒരു അന്വേഷണം, അതും ജില്ലാ പോലീസ് മേധാവി തന്നെ നെഞ്ചു വിരിച്ചു നിന്ന് പറയുകയാണ് ഒരു അന്വേഷണത്തിന് കൂടി തയ്യാറാണെന്ന്. മഞ്ജുഷേ, ഇവിടെ ശ്രീ CP ഉദയഭാനു പറഞ്ഞു പോലീസിന് ആഭ്യന്തരമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. ആ രോഗത്തിന് നല്ല ചികിത്സ കൊടുക്കാനാണ് ഒരു വൈദ്യരെ നമ്മൾ വെച്ചിരിക്കുന്നത്. ആ വൈദ്യരാണല്ലോ ആഭ്യന്തരമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അപ്പോൾ പോലീസ് സേനയ്ക്കകത്ത് എന്തെങ്കിലും രോഗാതുരമായൊരു സമൂഹം അതിനകത്തുള്ളിലുണ്ടെങ്കിൽ ആ രോഗം കണ്ടുപിടിച്ച് ആവശ്യമായ ചികിത്സ കൊടുക്കാനാണ് വൈദ്യരുള്ളത്. വൈദ്യരാണ് നമ്മുടെ പിണറായി വിജയൻ. പുള്ളി 5 കൊല്ലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടർന്നാൽ വീഴ്ച പറ്റി എന്ന് ഒരു CD-ക്കകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം ഇപ്പം എത്രാമത്തെ വീഴ്ചയാണ് പോലീസിന് പറ്റിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ CA-മാരെ SI-മാരെ സസ്പെൻഡ് ചെയ്യാനായിട്ടിരുന്നാൽ കേരള പോലീസിൽ പിന്നെ SI-മാരും കാണില്ല, CA-മാരും കാണില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി ഇപ്പോൾ ബഹുമാനപ്പെട്ട സജികുമാർ പറഞ്ഞു, സജികുമാറിൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഇത്രയും ഉണർന്ന് പ്രവർത്തിച്ചത്. ശരി, ഞങ്ങളത് സംഭവിച്ചു. അവിടുത്തെ നാട്ടുകാർക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ ഇടപെടലുണ്ട്. പക്ഷെ സജി പറയുന്നത് സജിയുടെ ഒറ്റ ഇടപെടൽ കൊണ്ടാണ്. ഈ കുട്ടിയുടെ പിതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, DGP-ക്ക് പരാതി കൊടുത്തു. എന്ത് നടപടിയെടുത്തു? SI-യെ വിടാം, CA വിടാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിടാം. എൻ്റെ മകളുടെ മരണം ദുരൂഹമാണ്, അത് ആത്മഹത്യയല്ല, അതിൽ കൊലപാതകമാണ്. ആ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ന ആളുകളാണ്. കുട്ടിയുടെ അച്ഛൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു? കേരളത്തിലെ നമ്മുടെ ലോകത്തിന്റെ നാഥനാണല്ലോ നമ്മുടെ ബെഹ്റ, ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം എന്ത് നടപടി സ്വീകരിച്ചു? അദ്ദേഹത്തിന് പരാതി കൊടുത്തു. മാത്രമല്ല, ഇന്ന് നമുക്കറിയാം 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു കത്തെഴുതിയാൽ ആ കുട്ടിക്ക് എങ്ങനെ ഈ പഴയ ലിപി അറിയാവുന്നത്? ഈ 8-10 വയസ്സുകാർക്ക് പുതിയ ലിപിയല്ല. ആ കത്തിന്റെ കാര്യം ആ കത്ത് എഴുതിയത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് നടപടിയെടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ട് ഇപ്പോൾ 2 മാസമായി. എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ എന്തായാലും ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടില്ല. താങ്കൾ അത് അന്വേഷിച്ചിട്ടുണ്ടോ? അത് എന്തായി എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം. ഇപ്പോ സത്യം പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് സകല ആക്ഷനും ഉണ്ടായിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ ഇത് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ പോകില്ല. ഇവിടെ സജി പറഞ്ഞു ശരിയാണ്, അദ്ദേഹം പോയി, അദ്ദേഹം എല്ലാം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് വന്നു, 22 മുറിവ്, അതിനെ പ്രകൃതി വിരുദ്ധ നടപടിക്ക് വിധേയമാക്കി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ അവിടെ ഒരു MLA ഉണ്ട്, MLA മന്ത്രിയാ, സജിക്ക് ഒരുപാട് ജോലിയുണ്ട്, സജി പൊക്കോട്ടെ. ആ MLA-ക്ക് മുഖ്യമന്ത്രിയെ വിളിച്ച് പറയാമല്ലോ, അവിടെ ഒരു മരണം നടന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഒരു അന്വേഷണവും നടക്കുന്നില്ല, പോലീസ് നിഷ്ക്രിയമാണ്. ഈ മാധ്യമത്തിൽ വാർത്ത വരുന്നതിന് വളരെ മുമ്പ്, 2 മാസം മുമ്പ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടും പോലീസ് അന്വേഷിക്കുന്നില്ലെങ്കിൽ, പോലീസ് കൊള്ളരുതാത്തവരാണെങ്കിൽ അവരെ മാറ്റാൻ MLA മന്ത്രി കൂടിയാ എന്ത് നടപടി സ്വീകരിച്ചു? അപ്പൊ സജിക്ക് വളരെ തിരക്കുണ്ട്, അദ്ദേഹം RSS സംഘർഷം നടന്നു, അങ്ങോട്ട് പോയി, പോട്ടെ, അദ്ദേഹത്തിന് ഉത്തരവാദിത്വം പോട്ടെ. സ്ഥലത്തെ MLA 2 മാസം എവിടെയായിരുന്നു? അവർ മന്ത്രിയല്ലേ? ഒരു ഫോൺ കാൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ ഇപ്പൊ നടത്തിയ ഈ നടപടി അന്ന് നടക്കില്ലേ? പിന്നെ
ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് സുരേന്ദ്രനാണ് SP. ആ സുരേന്ദ്രനാണ് ഈ കേസിൽ ഒന്നാമത്തെ പ്രതി, അല്ലാതെ SI അല്ല, CA അല്ല. എന്താണ് അദ്ദേഹത്തിന്റെ ഞാൻ പറയുന്നു 2 മാസത്തിനു മുമ്പ് 10 വയസ്സായ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. ആ കുട്ടിയുടെ സഹോദരി ഇപ്പൊ CWCയിലാണ്. ഈ സംഭവം നടക്കുമ്പോൾ ആ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ കുട്ടി പോലീസിനെ കണ്ട് തൊട്ടടുത്ത വീട്ടിൽ മണിക്കൂറുകളോളം ഒളിച്ചിരുന്നു. പേടിച്ചിട്ടല്ല. ആ കുട്ടിയെ പോലീസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അനുവദിച്ചില്ല. ആ കുട്ടിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് വിശ്വസിക്കാം, പോലീസ് പറയുന്നത് വിശ്വസിക്കാം. എന്തിനാ അവിശ്വസിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൽ ഒരു കേസുകളും നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. എന്താ പറ്റാത്തത്? വീട്ടുകാർ സഹകരിക്കുന്നില്ല, അവർ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. ഞാൻ പറയുന്നു, ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആ കുട്ടിയുടെ അമ്മയാണെങ്കിൽ ആ അമ്മയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് ഈ കുട്ടിയുടെ മരണ കാരണം കണ്ടുപിടിക്കട്ടെ. തുടക്കത്തിലെ വീഴ്ച, ഓരോ കേസിന്റെയും അന്വേഷണത്തിൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന വീഴ്ച പിന്നീട് അങ്ങോട്ട് കേസ് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നതാണ് കണ്ടുവരുന്നത്. അതിവിടെയും സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം, ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളവർ പോലും പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയുള്ള മൊഴികൾ നൽകുകയാണ്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇപ്പോൾ കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ പോലീസ് എന്ത് ചെയ്തു, അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. ഇതൊരു വലിയ വിവാദമായപ്പോൾ മാത്രമാണ് പോലീസ് ഇതിൽ കാര്യക്ഷമമായി ഇടപെടാൻ തുടങ്ങിയത്. ഇങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ വീഴ്ചകൾ മാത്രം നിയമസഭയിൽ പറയേണ്ടി വരും മുഖ്യമന്ത്രിക്ക് സംസ്ഥാന പോലീസിനെ പറ്റി. ശ്രീ മഞ്ജുഷ്, ഞാൻ ഒരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ ആഭ്യന്തരമായിട്ടുള്ള രോഗലക്ഷണം എന്നല്ല ഉദ്ദേശിച്ച, ആന്തരികമായിട്ടുള്ള രോഗലക്ഷണം എന്നുള്ളത്. അത് പൊയ്ക്കോട്ടെ. ഈ മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിന് ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലീസ് വേണ്ടത്ര ജാഗ്രതയോടുകൂടി അന്വേഷിച്ചില്ല, രേഖകൾ തയ്യാറാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് കോടതിയിലെത്തുമ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെടാനാണ് സാധ്യത. അത് വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ഇൻക്വസ്റ്റ് തയ്യാറാക്കുക, പ്രേതവിചാരണ റിപ്പോർട്ട് തയ്യാറാക്കുക, പിന്നീട് പോസ്റ്റ്മോർട്ടം. നമ്മുടെ സംവിധാനത്തിൽ തന്നെ ഒട്ടനവധി കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സംശയം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിനും സജികുമാർ പറഞ്ഞതിനുള്ള വ്യത്യാസം, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അന്തിമമായിട്ട് കിട്ടിയത് 1 മാസം വൈകിയാണ്. അതേപോലെ തന്നെ ഫോറൻസിക് പരിശോധനാപരമായ കയ്യക്ഷവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. ഇത്തരം വൈകലുകളെല്ലാം തന്നെ അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട്. നാം ഇതൊന്നും മനസ്സിലാക്കാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വേണം ഈ പോലീസിന്റെ വീഴ്ചയെ നാം കാണാൻ. ഇവിടെ സംഭവിച്ചത് വീട്ടുകാരെ സഹകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തിയറി ഉയർത്തിയത് തികച്ചും തെറ്റായി. അന്വേഷണ സംവിധാനവുമായി സഹകരിക്കുന്നില്ലെങ്കിൽ സഹകരിപ്പിക്കാവുന്ന രീതിയിലെല്ലാം ചെയ്യാനുള്ള ട്രെയിനിങ് പോലീസ് സേനയ്ക്കുണ്ട്. അത് ഉപയോഗിക്കാനുള്ള ചുമതല, ബാധ്യത, അതിന്റെ കാണിക്കേണ്ട ഗൗരവം അതെല്ലാം പോലീസ് സേനയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതായിരുന്നു. അതിനു പകരം മുഖ്യമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീട്ടുകാരെ സഹകരിക്കാത്തത് കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്ന നിലയ്ക്ക് പറയിപ്പിക്കാനും ഇത് ആവർത്തിപ്പിക്കാനുമുള്ള രീതിയിൽ പോലീസ് സേന തുടരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പോലീസ് സേനയ്ക്ക് ഗുരുതരമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അത് എന്താണ് എന്ന് ഇതിന്റെ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് പരിശോധിക്കേണ്ട അടിയന്തര ഘട്ടം എത്തിക്കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പരിശോധന ഉണ്ടാകുമോ? ശ്രീ KJ ജേക്കബ്, ഇപ്പോൾ നിയമസഭയിൽ ഓരോ കേസ് അന്വേഷണത്തെക്കുറിച്ചും മുഖ്യമന്ത്രി മറുപടി നൽകുമ്പോൾ ഈ പീഡന കേസുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോലീസ് പറയുന്നത് അതേപടി ആവർത്തിക്കുകയാണ്. മറ്റൊരു അന്വേഷണം അവിടെ ഉണ്ടാകുന്നില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഓരോ തവണയും തെറ്റുപറ്റുന്നത്. വാളയാറിൽ പോലീസിന് പീഡനം നടന്ന രീതിയിലുള്ള ഒരു മൊഴിയും കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആദ്യം നിയമസഭയിൽ പറഞ്ഞു. അത് തെറ്റായിരുന്നു. പോലീസ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. രണ്ടാമത്തെ കുട്ടി മൊഴി നൽകിയതാണല്ലോ. അതിനുശേഷം 52 ദിവസങ്ങൾ കഴിഞ്ഞാണ് ആ കുട്ടിയുടെ മരണവും സംഭവിക്കുന്നത്. ഇവിടെയും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. കുണ്ടറയിലെ സംഭവത്തിലും ഇത് പോലീസ് പറയുന്നത് അതേപടി ഏറ്റുപറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ ഫോറൻസിക് പരിശോധനയുടെ കാര്യം പോലും 2 മാസം കഴിഞ്ഞു, എന്നിട്ടും ഈ കയ്യക്ഷരം കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം പോലീസ് പറഞ്ഞത് അതേപടി തന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറയുകയാണ്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്ന്. ഇത് വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇട നൽകുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വീഴ്ചകൾ മാത്രം മുഖ്യമന്ത്രി പറഞ്ഞാൽ മതിയാകുമല്ലോ ഇനി അങ്ങോട്ട്. ഇതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങൾ സമ്മതിക്കാൻ ഞാനും തയ്യാറാണ്. അതായത് പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പോലീസിന് ഒന്ന് മടിക്കും. പക്ഷെ പോലീസിൻ്റെ കയ്യിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മഞ്ജുഷ് ഒന്ന് നോക്കണം.
അത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടൊന്നുമല്ല, ജനുവരി 16-ാം തീയതിയാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ മനസാക്ഷിയുള്ള മിനിമം ട്രെയിനിങ് കിട്ടിയ ഒരു പോലീസുകാരനും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല മഞ്ജുഷ്. നമ്മളെപ്പോലെ സാധാരണക്കാരന് പറ്റില്ല. അപ്പോൾ ഇതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന പോലീസുകാരൻ എങ്ങനെയാണ് ആ ഒരു വർത്തമാനം പറയാൻ പറ്റില്ല? മുഖ്യമന്ത്രി വളരെ അടിയന്തരമായി പോലീസിൻ്റെ സൂപ്പർവൈസിങ് മെഷീനറി ഉടച്ചു വാർത്തില്ലായെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ദിവസവും അസംബ്ലിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ, കുട്ടികളുടെ, ഏറ്റവും ദുർബലരായ മനുഷ്യരുടെ പ്രശ്നമാണ്. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വലിയ പോലീസ് ഫോഴ്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പം വാളയാറിലെ കേസിൽ എനിക്ക് തോന്നുന്നത് ലാബ് എക്സാമിനേഷൻ റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ വേണമെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ ആവട്ടെ. സർക്കാർ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ എക്സ്പെഡൈറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമായി. കാരണം ഇത്ര അധികം കേസുകളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ജുഷിന് പറയാം, എനിക്കും അറിയാം. നമ്മൾ പത്രത്തിൽ ഇരിക്കുമ്പോൾ, മാധ്യമങ്ങളിൽ ഇരിക്കുമ്പോൾ പറയും എന്തുമാത്രം കേസുകളാണ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും നടന്നു കഴിഞ്ഞിട്ട് ഇത് എഴുന്നേറ്റ് നിന്ന് എൻ്റെ പിഴ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് ഇതിൻ്റെ അഡ്വക്കേറ്റ് പിന്നെ ഉദയഭാനു പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രോബ്ലം എന്താണ് അദ്ദേഹം അടിയന്തരമായിട്ട് കണ്ടുപിടിക്കണം. പോലീസ് സേന എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നന്നാക്കാൻ. കാരണം അത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ഫോഴ്സാണ്. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് കണ്ടാൽ നാളെ തൊട്ട് ആ ഫോഴ്സ് നിൽക്കും. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുമ്പോൾ ആ സർക്കാർ അതിനു മുമ്പുണ്ടായിരുന്ന DGP തന്നെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തവരെ ഭരിച്ചത്. എന്തായിരുന്നു പ്രശ്നം? അപ്പോൾ പോലീസ് സേന എന്ന് പറയുന്നത് ഒരു മെഷീനറിയാണ്. അത് റൺ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ചെയ്തേ പറ്റൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM അടക്കമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. മുഖ്യമന്ത്രി ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് പരിഗണിച്ചേ പറ്റൂ. പോലീസിന്റെ ലീഡർഷിപ്പ് ശരിയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയണയ്ക്കടിയിൽ വെച്ച് ഉറങ്ങുക മാത്രമല്ല, DGPക്ക് പോലും പരാതി നൽകിയിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛൻ. പരാതി കണ്ട ഭാവം പോലും അദ്ദേഹം നടിച്ചോ എന്ന കാര്യം സംശയമാണ്. ഒരു 10 വയസ്സുകാരിയാണ് ഇവിടെ പീഡനത്തിനിരയായതും പിന്നീട് മരണമടഞ്ഞതും എന്ന കാര്യം ഓർക്കേണ്ടതാണ്. പക്ഷേ ഈ പരാതി അന്വേഷിക്കുവാനുള്ള സന്മനസ് പോലീസ് കാണിച്ചില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൊട്ടിയൂരും വാളയാറിലും കൊച്ചിയിലും ഇപ്പോൾ കുണ്ടറയിലും ഇരയുടെ ഭാഗത്ത് നിൽക്കാത്തവരെ എങ്ങനെ നിയമപാലകരെന്ന് കരുതാനാകും? പോലീസിന്റെ വീഴ്ച തുറന്നു പറയാൻ ഒരു മേഴ്സിക്കുട്ടിയമ്മ മാത്രമേ ഇപ്പോൾ മന്ത്രിസഭയിൽ ഉള്ളൂ. ഇടവേളയ്ക്ക് ശേഷം